ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ദോശമാവ് കൊണ്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള ദോശമാവാണ് നമുക്ക് വേണ്ടത്. 1/2 കപ്പ് ദോശമാവ് കൂടി ചേർക്കാം. 1.5 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവായാലും ഇഡ്ഡലി മാവായാലും മതിയാകും. പക്ഷേ നല്ല കട്ടിയായിട്ട് ഇരിക്കണം, വാട്ടറിയായിട്ട് ഇരിക്കരുത്. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം ഇതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിമാവ് കൂടി ചേർക്കുകയാണ്. 1 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി. ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇത്രയും മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ ശരി, നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കയ്യിലൊരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലായാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തൊട്ടാലും മതി. നമ്മളിങ്ങനെ മാവ് ഇടുന്ന ടൈമിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിൻ്റെ പേരിലാണ്. വളരെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കിതിടാം. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മാത്രം മതി, ഹൈയിൽ വെക്കരുത്. ഹൈയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അകം ഭാഗം വേഗില്ല, പുറം ഭാഗം മാത്രം കളറ് വന്നിട്ട് അത് വേഗാതെ ആയിപ്പോവും. അതിൻ്റെ പേരിലാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് അവർക്കിത് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് ഇത് ഇഷ്ടമാകും. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ തരുന്ന കമൻസ് അത് എപ്പോഴും ഒരു ന്യൂ കമൻ്റായിട്ട് തരാൻ വേണ്ടി നോക്കണം. കാരണം ഒരു കമൻറ്റിന് താഴെ വീണ്ടും നിങ്ങളത് റിപ്ലൈ ആയിട്ട് തരുമ്പോഴത്തേക്കും എനിക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ന്യൂ കമൻസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്ത് പറഞ്ഞത്. നമ്മുടെ സ്നാക്സ് ഇപ്പോൾ നല്ല ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണിത്. നിങ്ങളിത് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.